السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. അവർ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. നീ പണിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ കൽബുകളിൽ ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, നീ പരിപൂർണ്ണ നിലയ്ക്ക് നീ ഹാസിലാക്കണം അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പണിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പണിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലോ അല്ലാഹ്. നീ അവർക്ക് പരാജയങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. വിജയികളിൽ നീ ചേർക്കണല്ലോ. വിജയികളിൽ നീ ചേർക്കണല്ലോ. വിജയികളിൽ നീ ചേർക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവരെ ഖബറുടെ റാഹത്തിനാക്കണം അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. അവരെ ഖബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഫിറാശിനെ, ഒരു
ഒരു വിരിപ്പിനെ നീ വിരിപ്പിക്കണല്ലോ. അവരെ ഖബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്ന് കവാടങ്ങളെ നീ തുറന്നിട്ട് കൊടുക്കണല്ലോ. നീ തുറന്നിട്ട് കൊടുക്കണല്ലോ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. തങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഇന്നാലിന്ന രോഗമാണ്, പ്രയാസമാണ്. തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റിന്റെ, ഇസ്തിഗ്ഫാറിന്റെ, സ്വലാത്തിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും മാരകമായ രോഗം കൊടുക്കല്ലോ. എന്റെ സഹോദരിമാരുണ്ട് റബ്ബേ, ഈ മജ്ലിസിന് ഇട്ടം വെക്കുന്ന എന്റെ സഹോദരിമാര്, ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എന്റെ സഹോദരിമാര്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്റെ സഹോദരിമാര്, അല്ലാഹുവേ, പ്രയാസങ്ങളോ മാരകമായ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ നീ കൊടുക്കല്ലോ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസിന് ഇട്ടം വെക്കുന്ന ഒരു സഹോദരിക്കും നീ സ്തനർഭുതം നീ കൊടുക്കല്ലോ. സ്തനഭാഗത്ത് കുരുവന്ന് അത് മുഴയായി മാറി പൊട്ടിയൊലിച്ച് അത് മുറിച്ച് മാറ്റുന്ന അവസ്ഥ എന്റെ സഹോദരിമാർക്ക് കൊടുക്കല്ല റബ്ബേ, നീ കൊടുക്കല്ലോ. അല്ലാഹുവേ, ഇട്ടം വെക്കുന്ന ഒരു സഹോദരിക്കും നീ അത്തരം അവസ്ഥ നീ കൊടുക്കല്ലോ റബ്ബേ. ആഫിയത്ത് കൊടുക്കണല്ലോ, ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണല്ലോ. ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ വിജയം കൊടുക്കണല്ലോ, വിജയം കൊടുക്കണേ തമ്പുരാനെ. എന്റെ സഹോദരന്മാർ രോഗങ്ങൾ കൊടുക്കല്ലോ, പ്രയാസങ്ങൾ കൊടുക്കല്ലോ. എന്റെ സഹോദരന്മാര് വിളിച്ചു ചോദിക്കുന്നതാണ്, തങ്ങളെ 2 ദിവസം മജ്ലിസില്ലാതെ നിന്നല്ലോ, എന്താണ് പ്രയാസമുണ്ടോ? എല്ലാം പുറത്താണ് തങ്ങളെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്ന് ചോദിച്ച് വിളിക്കുന്ന എന്റെ ചെറുപ്പക്കാരന്റെ സഹോദരന്മാര്, എന്റെ പ്രവാസികളല്ലോ, അല്ലാഹുവേ, ജോലിയിൽ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ നീ കൊടുക്കല്ല റബ്ബേ. ഈ മജ്ലിസിൽ സംവക്കുന്ന എന്റെ പ്രവാസികളാണ് അല്ലാഹ്, എന്റെ പ്രവാസി സുഹൃത്തുക്കളാണ് അല്ലാഹ്. തങ്ങളെ, ഞങ്ങൾ ജോലിക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഈ മജ്ലിസ് കണ്ടിട്ടാണ് ഞങ്ങൾ ജോലിക്കിറങ്ങുന്നത്. ആ സമയത്തിന് വേണ്ടി ഞങ്ങൾ അലാറം വെച്ച് നീക്കും, അലാറം വെച്ച് നീക്കും. ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന സമയത്ത് ഇവിടെ സുബഹി പോലും ആയിട്ടില്ല, എങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് തങ്ങളെ മജ്ലിസിൽ അങ്ങോട്ടിരിക്കും, തങ്ങളെ മജ്ലിസിൽ അങ്ങ് പങ്കെടുക്കും. നിങ്ങളെ എന്ന് പറയുന്ന എന്റെ ധാരാളം ചെറുപ്പക്കാരെന്റെ പ്രവാസികള്, എന്റെ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല റബ്ബേ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ. അവരെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് കൊടുക്കണല്ലോ, ബർക്കത്തിലാക്കണേ റബ്ബേ. അങ്ങനെ ധാരാളം ആളുകളാണ് ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അല്ലാഹുവേ, ഒരാളെയും നീ കൊയക്കല്ല റബ്ബേ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ അല്ലാഹുവേ നീ സ്നേഹിക്കണം. അല്ലാഹ്, നിങ്ങൾ ഒരു നിലക്കും പേടിക്കണ്ട. ഏത് മഖാമിൽ പോയാലും, ഏത് ദുആഇന്റെ മജ്ലിസിൽ പോയാലും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദുആ ഞാൻ മരിക്കുന്നത് വരെ, എന്റെ ഖളാ അടുക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി ഈ വിനീതിന്റെ ദുആ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾക്ക് വലിയ കാവലാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കും ദുആ ചെയ്യണം, എനിക്കും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. 2 ദിവസമായി നമ്മളെ മജ്ലിസിലായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ മെസ്സേജാണ്. 2 ദിവസം നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ്, ഞാൻ പറയാറുണ്ടല്ലോ, സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് മജ്ലിസ് ഇല്ലാതിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടാത്തതോ വലിയ പ്രയാസമല്ലോ ഒന്നുമല്ല. ഇൻഷാ അല്ലാഹ് മജ്ലിസ് ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ലിങ്ക് വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മജ്ലിസിൽ ഇഷ്ടം വെക്കുന്നവർ അല്ലാഹുവിനെ ഇഷ്ടം വെക്കണം. അല്ലാഹ്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം. അവരൊക്കെ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വെക്കുന്നത് ഇത് മഹാന്മാരായ പാപമാരുടെ കാവലുള്ള മജ്ലിസാണ്, സാദാത്യങ്ങളെ നോട്ടമുള്ള മജ്ലിസാണ്, അവിടുത്തെ കാവലുള്ള മജ്ലിസാണ്. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണം. അല്ലാഹ്,
മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈൽ ഉപ്പാപ്പ അവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഇന്ന് ജുമാദുൽ ആഖിർ 27 27ന്റെ പകലാണ്. 27ന്റെ പകലാണ്. 28, 29, 30 അല്ലെങ്കിൽ 29 കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇനി വിരലിലെണ്ണാകുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ്. നമ്മളിലേക്ക് കടന്നു വരുന്നത് റജബാണ്. റജബ് മാസം, റജബ് മാസത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ മജ്‌ലിസിലും ഇങ്ങനെ പറയുന്നതാണ് പവിത്രമാക്കപ്പെട്ട റമളാനിനെ വരവേൽക്കുന്ന മാസമാണ്, വിത്തിടേണ്ട മാസമാണ്, വിത്തിടേണ്ട മാസമാണ്. ശഅബാൻ അതിനെ നനയ്ക്കേണ്ട മാസമാണ്. റമളാൻ അത് കൊയ്തെടുക്കേണ്ട മാസമാണ്. റജബ് വരുന്ന സമയത്ത് സ്വഹാബത്തുൽ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയും, സ്വഹാബാ നിങ്ങൾ അരയും തലയും മുറുക്കി ഇബാദത്തിലൊരുങ്ങണേ, ഇബാദത്തിലൊരുങ്ങണേ. നിങ്ങൾ അരയും തലയും മുറുക്കി ഇബാദത്തിലൊരുങ്ങണേ. ഇത് വരുന്ന മാസം റജബാണ്, റജബാണ്. ഇത് വിത്തിടേണ്ട മാസമാണ്. ശഅബാൻ അതിനെ കൊയ്തെടുക്കേണ്ട മാസമാണ്. റമളാൻ വിളവെടുപ്പിന്റെ മാസമാണ്. പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങൾ പൈതറങ്ങുന്ന റമളാൻ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഇനി ദിവസങ്ങൾ മാത്രം റമളാൻ നമ്മൾ സ്വാഗതം ചെയ്യാണ്. അല്ലാഹുവേ, പവിത്രമാക്കപ്പെട്ട റമളാനിൽ കൂടാനും ധാരാളം അമലുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. നീ തൗഫീഖ് അനുഗ്രഹിക്കണം അല്ലാഹ്. നീ തൗഫീഖ് ഏകണേ തമ്പുരാനെ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ അവർ കരുതിയവർ, ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസ് കൊണ്ട് വലിയ റാഹത്തായ ധാരാളം ആളുകളാണ്. ഈ മജ്‌ലിസ് കൊണ്ട് വലിയ റാഹത്തായ ആയവർ എന്നും കോളുകളാണ് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്, ഈ മജ്‌ലിസിന്റെ ഫദ്ൽ അറിയിച്ചുകൊണ്ട്, നിങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കുടുംബമാണ്. ഒരു പ്രയാസത്തിന് വേണ്ടി നമ്മൾ തങ്ങളെ വിളിച്ചിരുന്നു. ഇന്നലെ ഒരു സഹോദരി വിളിച്ചതാണ്. ഒരു അർജന്റ് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന അപ്പൊ തന്നെ ഉടനെ തന്നെ ഞങ്ങൾക്ക് വിളിച്ചു. പക്ഷെ തങ്ങൾ ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും പരിപാടിയിലായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ 11 ഫാത്തിഹ, പാപ്പ തങ്ങള് എപ്പോഴും ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് 11 ഫാത്തിഹ പറയാറില്ലേ, അത് ഞങ്ങൾ ഓതി. ആ പ്രയാസം മാറി തങ്ങളെ. അൽഹംദുലില്ലാ. വേറൊന്നുമില്ല, ഒരു ഓപ്പറേഷന് വിധിച്ചിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, പിന്നെ ചെക്ക് ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ സമയത്ത് ഓപ്പറേഷൻ ഇല്ലാതെ കെയ്ച്ചിലാവാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതായിരുന്നു. അൽഹംദുലില്ലാ, കെയ്ച്ചിലായി, റാഹത്തായി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ധാരാളം ആളുകളാണ് നിരന്തരമായിട്ട് നമ്മളെ മജ്‌ലിസുമായി അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, കുടുംബത്തിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ മജ്‌ലിസ് വിളിച്ചറിയും, എനിക്ക് വിളിച്ചറിയും. എത്രയോ ആളുകളുണ്ട് അത്രയും അറ്റാച്ച്മെന്റ്, അത്രയും ബന്ധങ്ങൾ പുലർത്തുന്നത്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം കൊടുക്കണം. അവര് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം കൊടുക്കണം അല്ലാഹ്. അവർ തുടങ്ങുകയാണ്, ഞങ്ങൾ തങ്ങളെ ജോലി നോക്കുന്നുണ്ട്, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊരു കച്ചവടം തുടങ്ങുന്നുണ്ട്, തങ്ങളോട് ചോദിച്ചിട്ട് തുടങ്ങുള്ളൂ. അത് എന്നെ പ്രതീക്ഷിച്ചിട്ടല്ല, ഞാൻ വലിയ സംഭവമായിട്ടല്ല. ഞങ്ങൾക്കൊക്കെ ഉപ്പാപ്പമാരുണ്ട്. അവിടുത്തെ ഒരു പൊരുത്തവുമാണ്. ഞാൻ പോയി നിങ്ങളോട് പറയാറുണ്ട്, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ പൊരുത്താണ്. ഈ മജ്‌ലിസിൽ ആളുകൾ അമല് സ്വീകരിക്കുന്നവർക്ക് അമലുകൾ റാഹത്താകുന്നു, അവരെ കാര്യങ്ങൾ റാഹത്താകുന്നു. പാപ്പയുടെ ഒരു ഇജാസിയത്താണ് നിങ്ങളെ. അവിടുത്തെ പൊരുത്തവുമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമല്ലോ. അവിടുത്തെ ദറജ നീ ഉയർത്തണേ തമ്പുരാനെ. പവിത്രമാക്കപ്പെട്ട റമളാനിൽ ധാരാളമായിട്ട് ഇബാദത്ത് ചെയ്യാൻ, ശഅബാനിൽ പങ്കെടുക്കാൻ,
റജബിൽ ചേരാൻ, ശഅബാനിൽ പങ്കെടുക്കാൻ, റമളാനിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളെ വിലപ്പെട്ട സമയമാണ് ഇൻഷാ അല്ലാഹ്. അതിനെ കവർന്നെടുക്കുന്നില്ല, നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നത് മജ്‌ലിസിൽ പങ്കെടുക്കാനാണ്, ദിക്ർ ചൊല്ലാനാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة
حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മർ റഹീമീനായ തമ്പുരാനേ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട്
നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹു ഇനി തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ട് ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്, നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്, ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്‌ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം, 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 യാ
حي يا قيوم يا 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 حي يا قيوم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ് ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണല്ലോ ജീവിത വിജയികളിൽ ചേർക്കണല്ലോ കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലോ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം
നൽകണമല്ലോ, ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണമല്ലോ, ഇബാദത്തിന് നല്ല ഖുശൂ നൽകണമല്ലോ, നല്ല ഇഖ്ലാസ് നൽകണമല്ലോ, നല്ല ആത്മാർത്ഥത നൽകണമല്ലോ, ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണമല്ലോ. ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണമല്ലോ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണമല്ലോ. അല്ലാഹുവേ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണമല്ലോ, ജോലിയിലെല്ലാം നീ വിജയം നൽകണമല്ലോ, ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ജുമാദുൽ ആഖിർ 27 ഉപ്പ മരിച്ച ദിവസമാണ്. ഉപ്പാക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ തങ്ങളെ. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഭർത്താവും ഖബറിലാണ്, അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ തങ്ങളെ, ദുആ ചെയ്യണേ. അല്ലാഹുവേ, പൊന്നാര പൊന്നുപ്പാന്റെ ഖബറിനെ നീ റാഹത്തിനാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പൊന്നാര പൊന്നുമ്മ അല്ലാഹുവയുടെ ഖബറിനെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. പൊന്നാര ഭർത്താവ് അല്ലാഹുവേ, ഖബറിനെ നീ റാഹത്തിലാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ്, ഒരു വിരിപ്പിനെ അവരെ ഖബറുകളിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണമല്ലോ. അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അവരെയും അവരെ കുടുംബത്തെ നീ കാത്ത് സംരക്ഷിക്കണമല്ലോ, നീ കാവലേഖണേ റബ്ബേ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ ഉസ്താദേ. ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണമല്ലോ, എടങ്ങേറുകൾ നീ തീർത്തു കൊടുക്കണമല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനും മക്കളുടെ ജോലിയിൽ ബർക്കത്തുണ്ടാവാനും പ്രത്യേകമായി ദുആ ചെയ്യണം ഞങ്ങളിപ്പോ. എല്ലാ ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും നീ തീർത്തു കൊടുക്കണമല്ലോ, മക്കളുടെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണമല്ലോ, ബർക്കത്തേകണേ തമ്പുരാനെ. എൻ്റെ മകന് ഹൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ തങ്ങളെ. എൻ്റെ ഭർത്താവിൻ്റെ കടയിൽ നല്ല ബിസിനസ് ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ കടയിൽ നല്ല ബിസിനസ് കൊടുക്കണമല്ലോ, അഭിവൃദ്ധി കൊടുക്കണമല്ലോ, ബർക്കത്ത് കൊടുക്കണമല്ലോ. പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ ദുആ ചെയ്യണേ ഞങ്ങളിപ്പോ. ഉന്നത വിജയം നീ കൊടുക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് തങ്ങളെ. എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യൻ്റാണ്, ശിഫയാകാനും ബിസിനസ്സിൽ നല്ല ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. പൊന്നാര പൊന്നുമ്മാടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മക്കൾക്ക് ഹൈറായ കല്യാണം ശരിയാവാൻ തങ്ങളിപ്പാ പ്രത്യേകമായി ദുആ ചെയ്യണേ. ഈ മജ്ലിസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മകൾക്ക് ഹൈറായ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണേ. ഹൈറായ ഇണയെ നീ അടുപ്പിക്കണം അല്ലാഹ്. കടയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം തങ്ങളിപ്പാ. കടയിൽ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണം അല്ലാഹ്. കുട്ടിയുടെ രോഗം ശിഫയാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ദുആ ചെയ്യണേ. എൻ്റെ മോന് പഠിക്കാൻ മടിയാണ്, മടി മാറാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. മടിയെല്ലാം മാറി നല്ല ഹിഫ്ള് കൊടുക്കണം അല്ലാഹ്, നല്ല അഖിൽ കൊടുക്കണേ തമ്പുരാനെ. ദുആ ചെയ്യണം ഞങ്ങളിപ്പാ. ബിസിനസ്സിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. പ്രയാസങ്ങൾ നീങ്ങാൻ ദുആ ചെയ്യണം ഞങ്ങളിപ്പാ. ദുആയിൽ ഉൾപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പാ എനിക്ക് ഉംറക്ക് പോവാനുണ്ട്. എൻ്റെ പാസ്പോർട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് റാഹത്താവാൻ ശരിയാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. തങ്ങളിപ്പാ എൻ്റെ ഭർത്താവിൻ്റെ കടം വീടാൻ ദുആ ചെയ്യണേ. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മകൻ ഹാഫിളാവാൻ ദുആ ചെയ്യണേ. മകനെ ഹാഫിളും ആലിമുമാക്കണം അല്ലാഹ്. മക്കൾ നന്നാവാൻ, കടങ്ങൾ വീടാൻ ദുആ ചെയ്യണേ. ഇങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവര് അവരെ ഹൃദയങ്ങളിൽ, അവരെ കൽബുകളിൽ ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ പൂർണ്ണീച്ച് കൊടുക്കണേ തമ്പുരാനെ. ദുആയിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കൽ
ആക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാൻ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി
ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലോ അല്ലാഹുവേ. ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദീപകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദീപകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.